ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കര ടോൾ പിരിവിനുള്ള വിലക്ക് തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് ഹർജിക്കാർ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ എന്തൊക്കെയാണ് അമൽ? ഉന്മേഷ്, ഏതായാലും പാലിയേക്കര ടോൾ പിരിവ് കഴിഞ്ഞ മാസം 6-നാണ് ഹൈക്കോടതി ഇടപെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ ഗതാഗത കുരുക്ക്, മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക് യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് താൽക്കാലികമായിട്ട് ഈ ഒരു ടോൾ പിരിവ് നിർത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. പക്ഷേ പിന്നീട് ഈ ദേശീയപാത അതോറിറ്റി ആവട്ടെ അല്ലെങ്കിൽ ഇതിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നവരാകട്ടെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഈ ഹർജികൾ കേൾക്കുന്നതിന്റെ സാഹചര്യത്തിൽ ഈ ഒരു നീട്ടിയ നടപടി കുറെ കൂടി, അതായത് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് താൽക്കാലികമായി നീട്ടിയ നടപടി പിന്നീട് നീട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ വി മുഹമ്മദ് മുഷ്താഖിന്റെയും ഹരിശങ്കർ മേനോന്റെയും ഒക്കെ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനിയും ഈ ഒരു ടോൾ പിരിവിനുള്ള നിരോധനം നീട്ടുമോ, താൽക്കാലികമായ നിരോധനം നീട്ടുമോ എന്നതും, അതല്ല ഇനി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ടോൾ പിരിവ് തുടരുവാൻ ഹൈക്കോടതി അനുമതി കൊടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു താൽക്കാലികമായിട്ടുള്ള ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി ഈ ഒരു വിഷയത്തിൽ പരിശോധന നടത്തിയാണ്. അതിന്റെ നേതൃത്വം വഹിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടർ തന്നെയാണ്. കളക്ടറുടെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിയുടെ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിച്ചപ്പോൾ കളക്ടർ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ കളക്ടറുടെ റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും ദേശീയപാത അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ ഉള്ളത് പല കാര്യങ്ങളും കളക്ടറുടെ റിപ്പോർട്ടിൽ ഇല്ല എന്നൊരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ഇന്ന് വീണ്ടും റിപ്പോർട്ട് നൽകുകയുമാണ് ഉണ്ടാവുന്നത്. ഉന്മേഷ്, അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.